ഫോൺ വരുമെന്ന് കർത്താവിനത് അറിയാമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് തമ്പുരാൻ തന്റെ അഭിഷേകം പെന്തക്കോസ്താനിൽ ഇറക്കിയപ്പോൾ, എന്റെ കൂടെ നിൽക്കുക, കൃപയുള്ളവർ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുമോ, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അവൻ കർത്താവ് ഇറക്കിയപ്പോൾ അവരെല്ലാവരും, രണ്ടാമത്തെ ഇങ്ങനെയാണ്, കാണാപ്പാടം അറിയാവുന്നവരോട് കാണാപ്പാടം പറയാം. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഓ സ്തോത്രം പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒരു മുഴക്കമുണ്ടായി, ഒന്ന് പറഞ്ഞേ. അപ്പോൾ ചെവി അഭിഷേകം പ്രാപിച്ചു. മുഴക്കമുണ്ടായപ്പോൾ എന്താ അഭിഷേകം പ്രാപിച്ചു? ചെവി അഭിഷേകം പ്രാപിച്ചു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അപ്പോൾ അവരത് ശ്വസിച്ചു. അപ്പോൾ മൂക്ക് അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ചവന്റെ മൂക്കിൽ കൂടെ പുക വരാത്തത്, പൊടി കയറാത്തത്. അതുകൊണ്ടാണ്. കാരണം മൂക്ക് എന്ത് പ്രാപിച്ചതാ? അഭിഷേകം പ്രാപിച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷം. അതാണ് നിൽക്കട്ടെ. അപ്പോൾ എന്താ അഭിഷേകം പ്രാപിച്ചു? പ്രത്യക്ഷമായപ്പോഴോ കണ്ണ്. അതുകൊണ്ട് മൊബൈലിനകത്ത് ഞാൻ മൊബൈൽ ഉപയോഗിക്കും, പക്ഷെ എൻ്റെ കണ്ണ് അഭിഷേകം പ്രാപിച്ചുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടാത്തൊന്നും. സ്വർഗത്തിൽ അരമണിക്കൂർ മൗനം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ആയി പോയല്ലോ. യേശു ഹൃദയത്തിലുള്ളവരൊന്ന് കൈപ്പൊക്കേട്ട് താത്തിടല്ലേ. അടുത്തിരിക്കുന്ന ആരെങ്കിലും കൈപ്പൊക്കുന്നില്ലെങ്കിൽ ഇല്ലെന്ന് ചോദിക്കും. ഹൃദയത്തിനകത്തൊന്നും ഇല്ലെന്ന് ചോദിക്കും. യേശു ഹൃദയത്തിലുണ്ടല്ലോ, ഞാൻ കൈ താത്തിട്ടു. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, ഞാനും യേശുവും കൂടെ മൊബൈൽ നോക്കുന്നത് പറ. ഞാനും യേശുവും കൂടാണ് മൊബൈൽ നോക്കുന്നത്. കണ്ടോ, കൈ പോലും തരുന്നില്ല. കണ്ടോ, കൈ തരുന്നില്ല. കണ്ടോ, കൈ തരുന്നില്ല ചിലർ. ഞാനും യേശുവും കൂടാണ് മൊബൈൽ നോക്കുന്നത്. ഞാനും, എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? അപ്പൊ ആരൊക്കെ മൊബൈൽ നോക്കുന്നത്? ഞാനും. ഞങ്ങൾക്ക് മനസ്സിലായി. പാസ്റ്റർ അവസാന ദിവസം വന്ന് ഞങ്ങളുടെ എല്ലാം പൂട്ടി കിട്ടണമല്ലോ. ഇനി നിനക്ക് സൗകര്യമുള്ളവരെ നോക്ക്. അല്ല, നീ യേശുവിനോട് പറ, കർത്താവേ കുറച്ചു നേരത്തേക്ക് അപ്പുറത്തെ മുറി പോയിരിക്കും, ഞാൻ നോക്കിയിട്ട്